യെസ്, അജയ് ഡെസ്കിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. അജയ്, അപ്പോൾ ഈ സ്കൂൾ കേന്ദ്രീകരിച്ച് നടത്തിയ അറ്റാക്കാണ് ഇപ്പോൾ ഏറ്റവും ആളുകളെ വിഷമത്തിലാക്കിയിട്ടുള്ളത്. അത് 40ഓളം കടന്നു എന്ന് പറയുന്നു. അപ്പോൾ അത് വലിയൊരു ആശങ്ക വളർത്തുന്നു. 40 കുട്ടികളാണ് ആദ്യ ദിവസം മരണപ്പെട്ടിരിക്കുന്നത്. ഒരു ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ്. മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ 40 കുട്ടികളുടെ മരണമാണ് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ സ്ഥിരീകരിക്കാനാകുന്നത്. അപ്പോൾ അവിടെ മേഖലയിൽ ശക്തമായിട്ടുള്ളൊരു സുരക്ഷ തന്നെ ഇറാൻ ഇപ്പോൾ ഒരുക്കാനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ടെഹ്റാനിലുൾപ്പെടെ അവർക്ക് തക്കതായിട്ടുള്ള തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് പല അവരുടെ സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും US ഭാഗത്ത് നിന്നും ഇപ്പോൾ ആക്രമണമുണ്ടായി പല സൈനിക ബേസുകളും തകർന്നതായിട്ടാണ് നമുക്ക് സ്ഥിരീകരിക്കാനാകുന്നത്. പ്രധാനമായിട്ടും വടക്ക് പടിഞ്ഞാറൻ ഇറാൻ കേന്ദ്രീകരിച്ചാണ് ഇത്തരം ആക്രമണങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാണ് നിലവിലുള്ള വിവരം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആയത്തുള്ള അലി ഖമനയുടെ ഒരു സെക്യൂർഡ് കോമ്പൗണ്ട് കേന്ദ്രീകരിച്ചും ഒരു ആക്രമണം നടന്നിട്ടുണ്ട്. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പല ഭാഗങ്ങളും തകർന്നതായിട്ടുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളും ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും അത് ഒരു സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളാണ്. ഇപ്പോൾ ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ അത് വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ ആയത്തുള്ള അലി ഖമനയുടെ ഒരു സെക്യൂർഡ് കോമ്പൗണ്ടാണ്. പക്ഷേ അദ്ദേഹത്തെ നേരത്തെ തന്നെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചതായിട്ടാണ് നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ആക്രമണങ്ങൾ ടെഹ്റാനിലേക്ക് തുടങ്ങി ആദ്യ മണിക്കൂറുകളിൽ തന്നെ ആയത്തുള്ള അലി ഖമനയെ സുരക്ഷിത സ്ഥാനത്തിലേക്ക് മാറ്റിയിരുന്നു. ഈ ചർച്ചകൾ, ഈ ആണവ ചർച്ചകൾ, മൂന്നാം ഘട്ട ചർച്ചകൾ ഇപ്പോൾ പരാജയപ്പെട്ട ആ ഒരു ഘട്ടത്തിൽ തന്നെ ഇറാൻ തങ്ങളുടെ ഒരു സുരക്ഷ അത് പരിഗണിച്ചുള്ള മറ്റ് നടപടിക്രമങ്ങളെല്ലാം സ്വീകരിച്ചു വരികയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടായാൽ കരുതിയിരിക്കാൻ തന്നെയായിരുന്നു അവരുടെ ഒരു പദ്ധതി എന്ന് പറയുന്നത്. ഇത് കണക്കാക്കി തന്നെയാണ് ഖമനയെ ഈ ഒരു സെക്യൂർ കോമ്പൗണ്ടിൽ നിന്ന് മറ്റൊരു കൂടുതൽ സുരക്ഷിത സ്ഥാനത്തിലേക്ക് മാറ്റിയത്. അതുപോലെ തന്നെ അദ്ദേഹം ഈ ഭരണ കർത്തവ്യത്തിനായി തൊട്ടുള്ള നടപടികൾ ഏൽപ്പിച്ചിരുന്ന പ്രധാന ഉദ്യോഗസ്ഥർ അടക്കം ഇപ്പോൾ സുരക്ഷിതരാണ് എന്നതാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇറാൻ ഒട്ടും തന്നെ പിന്നോട്ടില്ല എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തോട്ട് വരുന്നു. അവരുടെ സൈനിക മന്ത്രാലയമാണെങ്കിലും ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയമാണെങ്കിലും സ്ഥിരീകരിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ശത്രുക്കളുടെ താവളങ്ങൾ അത് പൂർണ്ണമായിട്ടും തകർക്കും വരെ ഈ ആക്രമണങ്ങൾ തുടരും എന്ന് തന്നെയാണ്. അതാണ് അജയ്. ഇപ്പോൾ നെതന്യാഹു ഇതിൽ ഒരു കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്, ഇത് ഒരു അമേരിക്ക ഇസ്രായേൽ ജോയിന്റ് അറ്റാക്കാണ്. അത് ഇറാനെ ലക്ഷ്യം വെക്കുന്നത്, അത് നിലനിൽപ്പ് ഭീഷണിയായ ഒരു സാഹചര്യത്തിലാണ് ഇറാനെ ലക്ഷ്യം വെക്കുന്നത് എന്ന് നെതന്യാഹു പറയുന്നു. ഇത് ഒരു കൃത്യസമയമാണ്. ഇറാനിലെ ജനങ്ങൾക്ക് അവിടുത്തെ ഈ അടിച്ചമർത്തുന്ന ഭരണകൂടത്തിൽ നിന്ന് രക്ഷ നേടാനും ഒപ്പം അവിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനും സമാധാനം സ്നേഹിക്കുന്നവർക്ക് ഒരു സുവർണാവസരമാണ് എന്ന രീതിയിലാണ് നെതന്യാഹു പറയുന്നത്. അത് ഈ സംയുക്ത ആക്രമണം അവിടെ ഇറാനിലെ ധീരന്മാരായ ആളുകൾക്ക് അവരുടെ ഭാവി രാഷ്ട്രീയം സ്വന്തം കൈകളിൽ എടുക്കാനും സ്വയം അവരുടെ ഭരണാധികാരികളെ തീരുമാനിക്കാനും ഒക്കെയുള്ള അവസരം നൽകും എന്നൊക്കെയാണ് നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനമായി വരുന്നത്. പക്ഷേ അതേസമയം ഇസ്രായേലി ആർമി മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. അവിടെ നൂറുകണക്കിന് ആക്രമണങ്ങൾ അങ്ങോട്ടേക്ക് നടത്തി എന്ന് ഇസ്രായേൽ മിലിറ്ററി വ്യക്തമാക്കുന്നു. അവരുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അത് പറയുന്നത് ഹൺഡ്രഡ്സ് ഓഫ് ഇറാനിയൻ മിലിറ്ററി ടാർഗറ്റ്സിലേക്കാണ് ആക്രമണം നടത്തിയത്. മിസൈൽ ലോഞ്ചറുകൾ ഉപയോഗിച്ചു ആക്രമണം നടത്തി. എയർ സ്ട്രൈക്കുകൾ വെസ്റ്റേൺ ഇറാനിൽ നടത്തി എന്ന ഒരു കുറിപ്പ് അവർ നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ തിരിച്ച് അടിക്കാനുള്ള ശ്രമം ഇറാൻ നടത്തുന്നുണ്ട്. അത് ഫലപ്രദമായി തടയാൻ കഴിയുന്നു എന്നാണ് ഇസ്രായേലി ആർമി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഷൈല കണ്ണൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ഷൈല, Oh, there. You see the smoke lines? Yes, okay. അഭിനവ് കൂടി എന്നോടൊപ്പം ചേരുന്നു. അഭിനവ്, ഹലോ. അഭിനവ് കിളിമാനൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ. ഈ യുദ്ധത്തിന്റെ കാഴ്ചകൾ കാണുമ്പോൾ എന്ത് തോന്നുന്നു അഭിനവ്? ഒരു ഭയമൊക്കെ തോന്നുന്നുണ്ട്.
എന്റെ മാമൻ ഖത്തറിലാണ്. അതിൽ എനിക്കൊരു ചെറിയ പേടിയുണ്ട്. ഖത്തറിൽ വിവരം ഒന്ന് അറിയാൻ പറ്റുമോ? ദോഹയില. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും ഒരു പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അവിടെ ആക്രമണം അൽ ഉദൈദ് എയർബേസിന് നേരെ ആക്രമണം നടന്നു എന്ന് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ സിവിലിയൻസ് സാധാരണക്കാരായ ആളുകൾക്ക് നേരെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായതായി തൽക്കാലം വിവരമില്ല. അഭിനവ് എന്താ ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ 7ലാണ് പഠിക്കണത്. എനിക്ക് പേടിയായിരുന്നു. എന്റെ മാമന് പേടിക്കാനൊന്നുമില്ല. അത്ര ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല. സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരായ ആളുകൾ അവിടെ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചതായുള്ള വിവരങ്ങളില്ല കേട്ടോ അഭിനവ്. ആനൊന്നും സംഭവിച്ചിട്ടില്ല, സുരക്ഷിതനായിരിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അബ്ദുള്ള കണ്ണൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. അബ്ദുള്ള കണ്ണൂരിൽ എവിടെയാ താമസിക്കുന്നത്? കടവത്ത്. എനിക്ക് മനസ്സിലായി. ഓക്കെ, ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി. ഓക്കെ, ശ്രീ അബ്ദുള്ള, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ എന്ത് മനസ്സിലാക്കുന്നു? ടെലിഫോൺ ലൈൻ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇതിൽ ഇറാനിലെ നിരവധി നഗരങ്ങൾക്ക് നേരെ അറ്റാക്ക് ഉണ്ടായതായുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ വന്നു തുടങ്ങിയിരിക്കുന്നു. ടെഹ്റാനിൽ അറ്റാക്കുണ്ട്. അതുപോലെ തന്നെ കെർമാൻ ഷാ എന്ന നഗരത്തിൽ അറ്റാക്ക് നടന്നു എന്ന് പറയുന്നു. തബ്രിസിൽ അറ്റാക്കുണ്ടായി എന്ന് പറയുന്നു. കോമിൽ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ഇഷ്ഫഹാൻ എന്ന സ്ഥലത്തും അവിടേക്കും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലാണ് ഇറാനിൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. മധ്യ ഇറാനിലും അതുപോലെ വടക്ക് പടിഞ്ഞാറുള്ള ഇറാൻ്റെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിലുമാണ് അവിടെ പ്രധാനമായും അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഖത്തർ പക്ഷേ ഇപ്പോൾ രൂക്ഷമായൊരു പ്രതികരണം നടത്തിയിരിക്കുന്നു. ഇറാൻ്റെ ഈ ആക്രമണം അത് അംഗീകരിക്കാൻ ആകില്ല എന്നാണ്. ഇത് യുദ്ധത്തെ കൂടുതൽ പ്രശ്നങ്ങൾ സങ്കീർണമാക്കും എന്ന നിലപാട് വ്യക്തമാക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഖത്തറിൽ ഒരു US ബേസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ അവിടെ അത് ഖത്തറിൻ്റെ പരമാധികാരത്തെ ചൊടിപ്പിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിനു നേരെയുള്ള ഒരു ആക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് ഖത്തർ പറയുന്നു. അപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.